അങ്ങനെ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. You mean red butterflies? Oh, yes, of course. Hi friends, welcome back. ഇന്ന് നമുക്ക് ചിക്കൻ 65 എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചിക്കൻ ഇതിപ്പോൾ 1.5 കിലോയോളം ചിക്കൻ ഉണ്ട്. ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് നമ്മൾ ഇതുപോലെ കണ്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ 65ന് വേണ്ടി. ഇനി വേണ്ടത് ഫെനൽ, അതായത് നമ്മുടെ പെരിഞ്ചീരകം, പിന്നെ വേണ്ട പൊടികൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഗരം മസാലയും. മുളക് പൊടി ഒരു 4 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. പിന്നെ 2 സ്പൂൺ ഗരം മസാലയുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി അടുത്തത് വേണ്ടത് സോൾട്ട്, നമുക്ക് ആവശ്യത്തിന് മാത്രം സോൾട്ട് ഇടാൻ വേണ്ടി. ഇനി വേണ്ടത് നമ്മുടെ കറിവേപ്പില, പിന്നെ ഓയിൽ, ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ വേണം. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ടൊമാറ്റോ സോസും വേണം. ഇനി നമുക്കിതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോകാം. നമുക്ക് ആദ്യമേ തന്നെ നമുക്കിത് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ 65 കോട്ട് ചെയ്യാൻ വേണ്ടി, ചിക്കനെ കോട്ട് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് പൊടികളെല്ലാം കൂടെ ഇതിലേക്ക് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് പൊടിയും. ഇനി വേണ്ടത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. അടുത്തതായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഗാർലിക് ഫ്രണ്ടിലേക്ക് നിൽക്കണം, മുന്നിലേക്ക് നിൽക്കണം. ജിഞ്ചർ കുറച്ച് ജിഞ്ചർ ഇട്ടാൽ മതി. ഇനി നമ്മുടെ ഫെനൽ, അതായത് പെരിഞ്ചീരകം എല്ലാം കൂടി ഇട്ട് നമുക്കൊരു പേസ്റ്റ് പോലെ ഉണ്ടാക്കാം. സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിനി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഉപ്പിട്ട്, ഞാനിപ്പോൾ ഒരു 1.5 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഉപ്പ് വേണ്ടാത്തത് കൊണ്ട് സ്വല്പം കറിവേപ്പില കണ്ടിച്ചതും കൂടെ ഇട്ടു ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ ഇത് കോട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ചിക്കനെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ ഇങ്ങനെ നമുക്ക് കോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓയിൽ, നമുക്ക് ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പം നമുക്കതിനെ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെക്കും. നമ്മുടെ ചിക്കൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിനകത്തേക്കും നമുക്ക് ഈ ഉള്ളിയും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഫ്രൈങ് പാന് അടുപ്പിൽ വെച്ച് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഫ്രൈങ് പാൻ ചൂടായി വരുന്നുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. പാൻ ചൂടായി. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് വഴറ്റിയെടുക്കാൻ പോകുന്നത്. കറിവേപ്പില, നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന, ഒത്തിരി ടൊമാറ്റോ സോസ് ഒന്നും വേണ്ട, സ്വല്പം ടൊമാറ്റോ സോസ്, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി നമുക്ക് കോരിയെടുക്കാം.
കറിവേപ്പില കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കറിവേപ്പില വറുത്തെടുക്കാം. അത് നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഷെഫ് ലിജോമോനാണ് എന്നെ ഇതിന് ഹെൽപ്പ് ചെയ്തത്. അവൻ്റെ റെസിപ്പിയാണ്. വളരെ നല്ല ഒരു ഐറ്റമാണിത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ഇനി മോർ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.